കണ്ണൂർ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ കനാൽ തകർന്നത് നിർമ്മാണത്തിലെ അഴിമതിയുടെ സൂചനയെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. തകർച്ച കാരണം ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളെ യുദ്ധകാല അടിസ്ഥാനത്തിൽ മാറ്റി പാർപ്പിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ സംഭരണിയിലേക്ക് വെള്ളം എത്തിക്കുന്ന കനാലിന്റെ ഭിത്തി തകർന്നത്. വൈദ്യുത നിലയത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം വെള്ളം വറ്റിച്ച സമയത്താണ് തകർച്ച കണ്ടെത്തിയത്. ഇതോടെ 25 കോടിയോളം ചിലവിൽ ആവിഷ്കരിച്ച പദ്ധതി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. KSEBക്ക് കോടികളുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാവുക എന്നതാണ് പ്രധാന പരാതി. ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ ഉണ്ടായ വലിയ വ്യർത്ഥം പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, വീടുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. അതുപോലെ തന്നെ പദ്ധതി പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. 4 കിലോമീറ്റർ നീളമുള്ള കനാലിൽ 1.4 കിലോമീറ്റർ നീളം മുഴുവൻ കോൺക്രീറ്റ് നടത്താതെ ഇരുമ്പ് വല സ്ഥാപിച്ച ശേഷം കോൺക്രീറ്റ് പിടിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും ചോർച്ച ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കാൻ അധികൃതർ കാണിച്ച കാലതാമസമാണ് കനാൽ ഭിത്തി തകർന്നതിന് പ്രധാന കാരണമെന്നും ആക്ഷേപമുണ്ട്. കനാലിന് താഴെയുള്ള പ്രദേശത്ത് അപകട ഭീഷണിയിൽ കഴിയുന്ന 30 കുടുംബങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് മാറ്റിപ്പാർപ്പിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ ഉൾപ്പെടെയുള്ളവരും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.